തെരുവിലിറങ്ങി സമരം ചെയ്ത് സർക്കാരിനെ കൊണ്ട് തീരുമാനങ്ങൾ മാറ്റിക്കാമെന്ന് CJP കാണിച്ചു കൊടുത്ത അതേ മോഡൽ ഇപ്പോൾ അവർക്ക് തന്നെ വിനയായിരിക്കുകയാണ്. ഈ മോഡൽ പിന്തുടർന്ന് രാജ്യത്ത് മറ്റൊരു വമ്പൻ പ്രക്ഷോഭം ആഞ്ഞടിക്കുമ്പോൾ ഇത് കണ്ട് പിന്തുണയ്ക്കാനോ തള്ളിപ്പറയാനോ കഴിയാതെ വിയർക്കുകയാണ് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ പ്രബുദ്ധ ജീവികൾ. UGCയുടെ 2026 പുതിയ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച സംവരണ വിരുദ്ധ സമരം ഇപ്പോൾ രാജ്യവ്യാപകമായ വമ്പൻ പ്രക്ഷോഭമായി മാറിയിരിക്കുകയാണ്. ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം പൂർണ്ണമായും ഒഴിവാക്കി വരുമാന അടിസ്ഥാനത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച റിസർവേഷൻ പഠാവോ ആന്തോളന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് യുവാക്കളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. നാഗ്പൂരിലും ലക്നൌവിലും വിശാഖപട്ടണത്തും തുടങ്ങിയ ഈ സമരം രാജസ്ഥാനിൽ കർണി സേനയുടെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെ വമ്പൻ പ്രതിഷേധമായി മാറിയിരിക്കുന്നു. ഇവിടെയാണ് ഇടത് ലിബറൽ ടീമിന് കൃത്യമായി 8ന്റെ പണി കിട്ടിയിരിക്കുന്നത്. CJPയുടെ തെരുവ് സമരങ്ങളെയും അരാജകത്വങ്ങളെയും വാനോളം പുകഴ്ത്തിയവരാണ് ഈ മതേതര കൂട്ടം. എന്നാൽ അതേ മോഡൽ പിന്തുടർന്ന് സംവരണ വിരുദ്ധരും തെരുവിലിറങ്ങിയതോടെ ഇവർ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിപ്പോയി. ഈ പുതിയ സമരക്കാരും മോദി സർക്കാരിനെതിരെയാണല്ലോ പോരാടുന്നത്. അതുകൊണ്ട് ലിബറലുകൾക്കും ഇസ്ലാമിസ്റ്റുകൾക്കും ഇവരെ പൂർണ്ണമായും തള്ളിപ്പറയാനോ അവഗണിക്കാനോ കഴിയുന്നുമില്ല. എന്നാൽ ഇവരെ പിന്തുണച്ചാൽ തങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായ ജാതി കാർഡും ജാതി ബേസിസിലുള്ള ഇരവാദവും ഒക്കെ എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്ന വലിയ ഭയവും ഇവരെ വേട്ടയാടുന്നു. തെരുവ് യുദ്ധത്തിലൂടെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാമെന്ന് കാണിച്ചു കൊടുത്ത CJPയുടെ അതേ പാതയിലൂടെ നടന്ന് ഈ സംവരണ വിരുദ്ധരും നാളെ സർക്കാരിനെ കൊണ്ട് റിസർവേഷൻ എടുത്തു കളയിക്കുമോ എന്ന പേടിയാണ് ഇപ്പോൾ ലിബറൽ എക്കോസിസ്റ്റത്തിന് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്നത്. പിന്തുണയ്ക്കാനും കഴിയില്ല, എന്നാൽ കണ്ടില്ലെന്ന് നടിക്കാനും കഴിയില്ല എന്ന ഈ സങ്കീർണമായ അവസ്ഥയിൽ ശരിക്കും ഉത്തരം മുട്ടി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും. ഇത് സവർണ ഫാസിസ്റ്റ് മാടമ്പികളുടെ സമരമാണെന്നും BJPയുടെ തന്നെ B ടീമിന്റെ സമരമാണെന്നും ഒക്കെ പറഞ്ഞ് അവർ പല പല തിയറികൾ ഇറക്കി നോക്കുന്നുണ്ട്. പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ സമരത്തിൽ ചേരുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അനുഭാവമില്ലാത്തവരാണ് ഇവരിൽ ഏറിയ പങ്കും. ചുരുക്കത്തിൽ സർക്കാരിനെ പ്രയോഗത്തിലാക്കാൻ CJPയെ കയറൂരി വിട്ട് കൈയടിച്ചവർക്ക് ഇപ്പോൾ അതേ കയർ സ്വന്തം കഴുത്തിൽ കുരുങ്ങുന്ന രസകരമായ കാഴ്ചയാണ് ഇന്ന് രാജ്യത്ത് കാണാൻ കഴിയുന്നത്.